ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ടോപ്പുകൾ അങ്ങോട്ടും കൊണ്ടും ചേഞ്ച് ചെയ്യേണ്ട കാര്യം പറഞ്ഞു തന്നിരുന്നു അല്ലേ? ടൈം പാസ്സായിട്ട് ഇന്നും മറ്റൊരു ടൈം പാസ്സായിട്ട് വന്നു നോക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് വിജയിക്കുക. ഒന്നുമില്ല, അതായത് പെൻസിലോ ഒരു പെന്നോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അറിയാൻ കേട്ടോ, കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. എല്ലാവരും ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഒന്നും കൂടി ക്രോസ് ചെയ്യണം, ഡബിൾ ക്രോസ്. എന്നിട്ട് അവർ മുകളിൽ രണ്ട് ഫിംഗേഴ്സിൽ അതൊന്നും രണ്ടും ഈ പെൻസിൽ ഇങ്ങനെ വയ്ക്കുക. പിടിക്കാൻ പാടില്ല. എന്നിട്ട് പഴയ പൊസിഷനിലേക്ക് എത്താം. അപ്പോൾ അതൊക്കെ സ്ലോലി തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. ഇങ്ങനെ വന്നിട്ട് പറ്റുമെങ്കിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. എനിക്ക് പറ്റും, ഷർട്ട് ചോദില്ലാത്ത കാര്യം വരാതുണ്ട്. ഇങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അതേപോലെ വീണ്ടും കൊണ്ടുവരാം. അത് വേണ്ട, അത് പറ്റില്ല, ഇപ്പോൾ ചെയ്യേണ്ട. അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തുന്നു. ഒന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ 1-2 തവണ താഴത്തേക്ക് പെൻസിൽ വീഴും, പിന്നെ ശരിയാവും. ഇനിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ടിപ്പ് അതായത് എന്തിനും ഒരു ട്രിക്കുകൾ ഉണ്ടാവുമല്ലോ ചെയ്യുമ്പോൾ. നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 99% താഴത്തേക്ക് വീഴും. ഇങ്ങനെ പിടിച്ച് തിരിക്കരുത്, അങ്ങനെ പിടിച്ചിട്ട് അത് പറ്റില്ല. ഇങ്ങനെ വേണം, അതാണ് കഴിവ്. ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ ഡയഗണൽ വേസ് ചെയ്യാമല്ലോ, ഇങ്ങനെ ഹൊറിസോണ്ടൽ വേസ് ചെയ്യരുത്. ചിന്നാൽ എന്നാൽ താഴ്ത്തി വീഴും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ. ഇങ്ങനെ കറക്റ്റ് പിന്നെ തിരിക്കുമ്പോൾ അടുത്തത് ഇങ്ങനെ വരത്തോളും. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഈസിയാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വന്നു കണ്ടോ. പിന്നെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പോരും, നേരെ താഴത്തേക്ക് വരണം കണ്ടോ. അവിടെ ഒരു തിരി ലാസ്റ്റ്. അപ്പോൾ കറക്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ബോഡി ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.